ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പരീക്ഷകൾ ഇങ്ങനെ അടുത്തിരിക്കുകയാണല്ലേ. ഇപ്പോൾ JC ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക CSEBയുടെ ക്ലർക്ക് ക്യാഷ്യർ പോസ്റ്റിലേക്കുള്ള എക്സാമുകളായിക്കോട്ടെ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ലെവലിലേക്കുള്ള എക്സാം ആയിക്കോട്ടെ. അപ്പം നമ്മുടെ എക്സാമുകൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുൻപിലൂടെ വരികയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, നമ്മുടെ മുൻപിൽ കൂടെ ഒരുപാട് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല. നമ്മൾ വീണ്ടും അടുത്ത ബസ് വരട്ടെ, അടുത്ത ബസ് വരട്ടെ, അടുത്ത ബസ് വരട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇന്ന് പല കുട്ടികളും നമ്മൾ കാണുന്നുണ്ട്. കുഴപ്പമില്ല സാറേ, അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചോളാം, ഈ പരീക്ഷ ഇപ്പോൾ കുഴപ്പമില്ല, അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചോളാം. ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ ആദ്യം തന്നെ മാറ്റണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സഹകരണ മേഖലയിലെ ജോലി വളരെ പ്രധാനമാണ് അല്ലേ. നമ്മൾ അത്യാവശ്യം ഒന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെ, ഒരുപാട് വലിയ രീതിയിലുള്ള കഷ്ടപ്പാടെന്നല്ല, അത്യാവശ്യം നമ്മളിത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ് CSEB എക്സാമുകൾ. ഇപ്പോൾ JC എക്സാം ആണെങ്കിലും അത് അതിൻ്റെയൊക്കെ സിലബസ് വന്നു. വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SPCSനെ കുറിച്ചാണ്. ചില കുട്ടികൾക്കൊക്കെ ഇത് വളരെ വിശദമായിട്ട് അറിയാം, ചിലർക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അറിയാവുന്നവരും അറിയത്തില്ലാത്തവരും എല്ലാ ക്ലാസ്സുകൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കുക കേട്ടോ. നമുക്ക് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പോയിൻറ്റ്സൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫെമിലർ ആകുക. അപ്പം നമുക്ക് നോക്കാം SPCS എന്താണ്. SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് നോക്കാം അല്ലേ. SPCS അല്ലേ, സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിന് ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ചില പ്രത്യേകതകളുള്ള ഒരു സംഘമാണെന്ന് ഓർത്ത് വെക്കുക. ഇതിൽ നിന്ന് സാധാരണ ഇതിലൊരു ചോദ്യം നമുക്ക് എന്താണ്, നമ്മുടെ CSEB എക്സാമുകളൊക്കെ പണ്ട് കാലങ്ങളിൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, ഈ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ എല്ലാ എക്സാമുകൾക്കും നമുക്ക് ഈ മേഖലയിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്, ദ വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. അല്ല, ലോകത്തിലെ തന്നെ എന്നുള്ള ദ വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ഇപ്പോൾ എഴുത്തുകാരുടെ സംഘം അല്ലേ, ലോകത്തിൽ തന്നെ എന്താണ്, എഴുത്തുകാരുടെ സംഘം എന്ന് പറയും അല്ലേ. ദ വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്ന് ഓർത്തു. SPCS ആണ്. ഫോം ചെയ്തെന്നാണ് 30/4/1945 കേട്ടോ. ഓക്കെ, 30/4 കേട്ടോ, 30/4/1945. ഓക്കെ, 30/4/1940. ചില ബുക്കുകളിൽ 13 ഒക്കെ കാണുന്നുണ്ട്, അത് തെറ്റാണ്, 30 കേട്ടോ. 30 30/4/1940 1945. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ് ഹെഡ് ക്വാർട്ടർ? കോട്ടയത്താണ് കേട്ടോ. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? കോട്ടയത്താണെന്ന് ഓർത്തു വെക്കുക. ഹെഡ് ക്വാർട്ടർ കോട്ടയത്താണെന്ന് ഓർത്തു വെക്കുക. ഓർത്തു വെക്കുക, ദ വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ആണ് SPCS. അത് ഫോം ചെയ്തത് 30/4/1945. ഹെഡ് ക്വാർട്ടർ കോട്ടയമാണ് കേട്ടോ. കോട്ടയമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ. ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 12 മെമ്പേഴ്സ് ഉള്ളായിരുന്നു കേട്ടോ. വെറും 12 അംഗങ്ങൾ ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 12 മെമ്പേഴ്സ് വെയർ ഇൻ SPCS അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 12 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് SPCS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ്? രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. ഇപ്പോൾ ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ്? തിരുവിതാംകൂർ അല്ലേ, തിരുവിതാംകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 അണ്ടറിലാണ് SPCS രജിസ്റ്റർ ചെയ്തത്. ഓക്കെയാണ്, ഈ പോയിന്റ്സ് ഒക്കെ ഓക്കെയാണ്. എന്താണ്, വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ആണ്. ഫോംഡ് ഇൻ 30/4/1945. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ കോട്ടയമാണ്. എത്ര പേരുണ്ടായിരുന്നു ഈ സംഘം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്? 12 മെമ്പേഴ്സ് ഉള്ളായിരുന്നു. ഇപ്പോൾ ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തത്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1914. അപ്പോൾ നമ്മൾ ആ പോയിന്റുകളൊക്കെ പഠിച്ചു അല്ലേ. എത്രയാണ്? 5 പോയിന്റ്. വളരെ വിശദമായിട്ട് അത് പഠിച്ച് ഓർത്ത് നോക്കുക. വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്ത് 30/4/1945. ഹെഡ് ക്വാർട്ടർ കോട്ടയം. പിന്നെ 12 മെമ്പേഴ്സ് അല്ലേ, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 12 അംഗങ്ങളെ ഉള്ളായിരുന്നു. പിന്നെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളും പഠിച്ചു, ഞാനും പഠിച്ചു അല്ലേ, ഞാനും പഠിച്ചു, നിങ്ങളും പഠിച്ചു. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, 12 മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇവരുടെ എന്താണ് ഇനീഷ്യൽ ക്യാപിറ്റൽ, പ്രാരംഭ മൂലധനം എത്ര രൂപയായിരുന്നു? 120 രൂപയായിരുന്നു കേട്ടോ. SPCS ഇനീഷ്യൽ ക്യാപിറ്റൽ വാസ് 120 rupees എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എൻ്റെ പ്രാരംഭ മൂലധനം 120 രൂപയായിരുന്നു. പിന്നെ ഇന്ത്യ പ്രസ് ഇവർ സ്റ്റാർട്ട് ചെയ്താണ്. ഇന്ത്യ പ്രസ് നാട്ടകം, കോട്ടയത്തിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് നാട്ടകം കേട്ടോ. നാട്ടകം. അപ്പോൾ ഇന്ത്യ പ്രസ് സ്റ്റാർട്ടഡ് ഇൻ 1953. 1953 ഇന്ത്യ പ്രസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മളോട് ഒരിക്കലും ഇന്ത്യ പ്രസ് സ്റ്റാർട്ട് ചെയ്ത വർഷം ചോദിക്കാം. ഓക്കെ, ഈ സ്ഥലം ചോദിക്കാറില്ല ഒരിക്കലും. എന്താണ് ഈ നാട്ടകം എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ ചോദിക്കാറില്ല. അപ്പം നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ചോദ്യം ഇന്ത്യ പ്രസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
ഇന്ത്യ പ്രസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അത് സ്റ്റാർട്ട് ചെയ്ത വർഷം. ഇപ്പോൾ ഇന്ത്യ പ്രസ് SPCSയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്ത വർഷം 1953 ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? SPCSൻ്റെ പ്രാരംഭ മൂലധനം 120 രൂപ. ഇന്ത്യ പ്രസ് സ്റ്റാർട്ട് ചെയ്തത് 1953. എവിടെയാണ്? നാട്ടകം, കോട്ടയത്തിന് തൊട്ടടുത്താണ് സ്ഥലം കാണും കേട്ടോ. കോട്ടയത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇനി ഇന്ത്യ പ്രസ്സിൽ ആദ്യമായി പബ്ലിഷ് ചെയ്ത ബുക്ക് ഏതാണ്? ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ പ്രസ് വാസ് ഓടയിൽ നിന്ന്. ഇപ്പോൾ ഇന്ത്യ പ്രസ്സിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എഴുതുക, ഓടയിൽ നിന്ന് കേട്ടോ. ഓടയിൽ നിന്ന്. ഓക്കെ, ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ പ്രസ് വാസ് ഓടയിൽ നിന്ന്. പിന്നെ അക്ഷരമന്ദിരം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അക്ഷരമന്ദിരം SPCSയായിട്ട് ബന്ധപ്പെട്ടാണ് അക്ഷരമന്ദിരം. അത് എറണാകുളത്താണ്. ഓക്കെ, അക്ഷരമന്ദിരം എറണാകുളത്താണെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ SPCSൻ്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ 120 രൂപ. ഇന്ത്യ പ്രസ് സ്റ്റാർട്ട് ചെയ്തത് 1953. ഇനി നോക്കുക, ഇന്ത്യ പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്കാണ് ഓടയിൽ നിന്ന്. അപ്പോൾ അക്ഷരമന്ദിരം എറണാകുളത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നു. പിന്നെ SPCS ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേര് SPCS നല്ലായിരുന്നു. എന്തായിരുന്നു? സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല, സാഹിത്യ സഖ്യം. എന്താണ് മക്കളെ? സാഹിത്യ സഖ്യം എന്നാണ് കേട്ടോ. നോക്കുക, സാഹിത്യ സഖ്യം ഈസ് ദ ഓൾഡ് നെയിം ഓഫ് SPCS. SPCSൻ്റെ പഴയ പേര് സാഹിത്യ സഖ്യമാണ്. എന്താണ് പറഞ്ഞേ? സാഹിത്യ സഖ്യം. എൻ്റെ ഒപ്പം തന്നെ എല്ലാവരും മനസ്സിൽ പറഞ്ഞ് സാഹിത്യ സഖ്യം ഈസ് ദ ഓൾഡ് നെയിം ഓഫ് SPCS. അപ്പം അത് ചോദിക്കാം, SPCSൻ്റെ പഴയ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ MP പോൾ ഇസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SPCS. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് MP പോളാണെന്ന് ഓർത്ത് വെക്കുക. ഇവരുടെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് കാരൂർ നീലകണ്ഠപിള്ളെ കേട്ടോ. കാരൂർ നീലകണ്ഠപിള്ളയാണ് ഇവരുടെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് ഓർത്ത് വെക്കുക. MP പോൾ ഫസ്റ്റ് പ്രസിഡന്റ് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, എങ്കിലും ഓർത്ത് വെച്ചേക്കുക. കാരൂർ നീലകണ്ഠപിള്ളയും അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നമ്മൾ ഓർത്ത് വെച്ചേക്കുക. എന്നാൽ അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? NBS നാഷണൽ ബുക്ക് സ്റ്റാൾ ഇസ് ദ ബുക്ക് സ്റ്റാൾ ഓഫ് SPCS. ഇപ്പോൾ SPCSൻ്റെ ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ NBS എന്ന് പറയാൻ നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നാഷണൽ ബുക്ക് സ്റ്റാൾ ഇസ് ദ ബുക്ക് സ്റ്റാൾ ഓഫ് SPCS നമ്മൾ പറഞ്ഞു. ഇനി SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് പുസ്തകം നോക്കാം. ഇന്ത്യ പ്രസ്സിൽ ചെയ്തതല്ല എന്ന് ഓർത്ത് വെക്കണം. SPCS കേട്ടോ. തകഴിയുടെ കഥകൾ ഇസ് ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ SPCS. അപ്പം ഈ SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് തകഴിയുടെ കഥകളാണ്. അപ്പം നമ്മൾ നേരത്തെ എന്താണ് ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് ഓടയിൽ നിന്നും. ഇനി SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് തകഴിയുടെ കഥകളാണ് കേട്ടോ. ഇത് NBS പഠിക്കണേ. NBS ചോദിക്കാൻ ചാൻസ് ഉണ്ട്. NBS പഠിക്കണം. പിന്നെ തകഴിയുടെ കഥകൾ കേട്ടോ, അത് ഓർത്ത് പോകുക. തകഴിയുടെ കഥകൾ ഇസ് ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്കാണ് തകഴിയുടെ കഥകൾ എന്ന് ഓർത്ത് പോകുക. പിന്നെ ഇവർ ബെസ്റ്റ് റൈറ്റേഴ്സിന് നൽകുന്ന അവാർഡാണ് അക്ഷര പുരസ്കാരം. ഓർക്കണം കേട്ടോ. എന്താണ് അക്ഷര പുരസ്കാരം? ഇസ് ദ അവാർഡ് ഗീവൺ ബൈ ദ SPCS. ഇപ്പോൾ SPCS നൽകുന്ന അവാർഡിൻ്റെ പേരാണ് അക്ഷര പുരസ്കാരം. അതിൻ്റെ അവാർഡ് തുക എത്രയാണ്? 1,25,000 കേട്ടോ. 1,25,000 ആണ് അതിൻ്റെ അവാർഡ് തുക. ഓക്കെ, എന്താണ് മക്കളെ? 1,25,000 രൂപ. അത് ഓർത്തേക്കണം, ഇന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അക്ഷര പുരസ്കാരം ഇസ് ദ അവാർഡ് ഗിവൺ ബൈ ദി SPCS. ഇപ്പോൾ SPCS നൽകുന്ന അവാർഡാണ് അക്ഷര പുരസ്കാരം. 1,25,000 രൂപയാണ് ആ തുക കേട്ടോ. പിന്നെ ഇവർ നൽകുന്നത് സാധാരണ ഈ അവാർഡുകളൊക്കെ നൽകുന്നത് ഒരു വർഷത്തിലൊക്കെ അല്ലേ. പക്ഷേ ഇവിടെ ഓർത്ത് വെക്കണം, ഇവർ ഓരോ 20 മാസത്തിലാണ് ഈ അവാർഡ് നൽകുക എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അക്ഷര പുരസ്കാരം ഇസ് ദ അവാർഡ് ഗിവൺ ബൈ ദ SPCS അല്ലേ, ഓർത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ തുക എത്രയാണ്? 1,25,000 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നൽകുന്നത് സാധാരണ അവാർഡൊക്കെ നൽകുന്നതാണ് ഒരു വർഷത്തിൽ 12 മാസം, ഒരു വർഷം കൂടുമ്പോഴാണ്. എന്നാൽ ഓർത്ത് വെക്കണം, അക്ഷര പുരസ്കാരം നൽകുന്നത് എപ്പോഴാണ്? വൺസ് ഇൻ എവറി 20 മന്ത് അല്ലേ. ഇപ്പോൾ 20 മാസം എന്താണ് 20 മാസത്തിലൊരിക്കലാണ് അല്ലേ. 20 മാസം കൂടുന്തോറുമാണ് ഇവർ അക്ഷര പുരസ്കാരം നൽകുക. പിന്നെ കൃതി ഫെസ്റ്റ് SPCSുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യും. കൃതി ഫെസ്റ്റ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? SPCSുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ കേട്ടോ, SPCSുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളിലേക്ക് പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ എൻട്രിയുടെ അപ്ഡേറ്റ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ എന്താണ് കേരള ബാങ്ക് എക്സാം, JCI എക്സാം, CSEB എക്സാം ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിനുള്ള അല്ലേ, നിങ്ങൾക്ക് എല്ലാവരും ഏതെങ്കിലും ഒരു എക്സാമിൽ എന്താണ് കയറിക്കൂടുക എന്ന ലക്ഷ്യത്തോടുള്ള പഠനമായിരിക്കും എല്ലാവരും അല്ലേ. നിങ്ങളുടെ പഠനം നമുക്കൊപ്പം ആക്കൂ, എൻട്രിയുടെ ഒപ്പം ആക്കൂ കേട്ടോ. നമുക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ, ബെസ്റ്റ് ഫാക്കൽറ്റീസ്, എക്സ്പേർട്ട് മെൻറ്റർഷിപ്പുകൾ, ഷോർട്ട് റിസൾട്ട്, ഓക്കെ, ഹൈലി അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് എക്സാം തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിലുള്ളത്. നമുക്കറിയാം, കാരണം നമ്മൾ പഠിക്കുക മാത്രമല്ല അല്ലേ, ജസ്റ്റ് പഠിക്കുക മാത്രം, നമ്മൾ നല്ല രീതിയിൽ മോക്ക് എക്സാംസുകൾ അല്ലേ, PYQs, അതുപോലെ തന്നെ എന്താണ് മോഡൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. പിന്നെ പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക, നിങ്ങൾക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ നമുക്കറിയാം. ഒരു പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്.
പക്ഷേ ആവശ്യമുള്ളത് മാത്രം പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലേ? എല്ലാം ചുമ്മാ ചാടിക്കറി പഠിക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതേ അളവിൽ പഠിക്കേണ്ട എന്താണ് ഒരു എന്താ പറയുക, ഒരു ആവശ്യകതയാണ് ഇന്നുള്ളത്. എല്ലാം ഒന്നും പഠിക്കുന്ന കാര്യം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മക്ലഗാൻ കമ്മിറ്റിയെ കുറിച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഇന്ന പോയിന്റ് അവിടെ കണ്ടല്ലോ, ഈ പോയിന്റ് കണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ. അപ്പം നമ്മൾ എപ്പോഴും എന്താണ് ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ് പഠിക്കുക. പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പല പുസ്തകങ്ങൾ നോക്കി, പല യൂണിവേഴ്സിറ്റി ടെസ്റ്റുകളൊക്കെ നോക്കി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താണ് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പഠനമാണ് നമുക്ക് വേണ്ടത്. ആവശ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്കൊന്നും എന്താണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യണം. എന്താണ് എന്താ പറയുക, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല, അല്ലേ? അതൊരു സാഹചര്യമാണ്. നമ്മൾ നോക്കുമ്പോൾ പഠിക്കാനാണെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പഠിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ബേസ് ചെയ്ത്, പിന്നെ എന്താ പറയുക, നമ്മുടെ നിലവിൽ അവർ ചോദിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ മനസ്സിലാക്കിയാണ് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസുകൾ, പിന്നെ നിങ്ങൾക്കൊരു എക്സ്പേർട്ട് മെൻറ്റർഷിപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മെൻറ്ററോട് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങളെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടി ഒരു എല്ലാവർക്കും മെൻറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകരാണ് നമുക്കിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠനം നല്ല ഊർജ്ജസ്വലതയോടെ പഠിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ ഹാർഡ് വർക്ക് മാത്രമല്ല, ഹാർഡ് വർക്ക് പ്ലസ് നമ്മളെപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഹാർഡ് വർക്ക് മാത്രമല്ല, ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ഈസ് ഈക്വൽ ടു സക്സസ് എന്ന. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ നമ്മൾ സക്സസ് ആകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.